നമസ്കാരം, ഞാൻ സന്ധ്യ അരുൺ. GTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന കേരളോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. അവശേഷിക്കുന്നത് ഏതാനും മത്സരങ്ങൾ മാത്രം. പോയിന്റ് നിലയിൽ തൃശൂർ ജില്ല മുന്നിൽ. സാംസ്കാരിക ഘോഷയാത്രയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് അവതരിപ്പിച്ച ടാബ്ലോയുടെ പേരിൽ വിവാദം. പട്ടയം ലഭിക്കാത്തതിൽ കടവൂർ മാവിൻതൊട്ടി നിവാസികൾക്ക് പ്രതിഷേധം. വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഈ മാസം 30-നകം പട്ടയം നൽകുമെന്ന് തഹസിൽദാരുടെ ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരമെന്ന് സമരസമിതി. ഭൂതത്താൻകെട്ടിൽ ഇനി ബോട്ട് സവാരിയും ആസ്വദിക്കാം. 10 മാസത്തിനു ശേഷം ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. സന്ദർശകർ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഉടമകളും തൊഴിലാളികളും. വാർത്തകൾ വിശദമായി. കോതമംഗലത്ത് നടന്നുവരുന്ന സംസ്ഥാന കേരളോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. വൈകുന്നേരം 5-നാണ് സമാപന സമ്മേളനം. മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിഭാ പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിക്കും. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന് ശേഷം ഗായിക റിമി ടോമിയുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക്കൽ ബാൻഡും ഉണ്ടായിരിക്കും. മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിലെ വേദിയിലാണ് ചടങ്ങ് നടക്കുന്നത്. സംസ്ഥാന കേരളോത്സവത്തിന്റെ 2ാം ദിവസവും മികച്ച പ്രകടനങ്ങളുമായാണ് കലാവേദികളിൽ മത്സരാർത്ഥികൾ എത്തിയത്. കേരളോത്സവത്തെ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് ടീമുകളുടെയും താരങ്ങളുടെയും പ്രകടനം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കേരളോത്സവത്തിന്റെ 2ാം ദിനം മുഖ്യവേദിയിലെ മാർഗം കളിയോടെയാണ് ഉണർന്നത്. വിവിധ ജില്ലാ ടീമുകൾ മികവാർന്ന പ്രകടനത്തിലൂടെ മാറ്റുരച്ചു. കോൽകളിയും വട്ടപ്പാട്ടും ദഫുമുട്ടുമായിരുന്നു മുഖ്യവേദിയിലെ മറ്റു മത്സരങ്ങൾ. നൃത്തവേദിയിൽ 2 ഇനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുച്ചിപ്പുടിയും നാടോടി നൃത്തവും. നാലാം വേദിയിൽ നാടൻ പാട്ട് അരങ്ങ് തകർത്തു. സംഘഗാനവും ദേശഭക്തി ഗാനവും കഥാപ്രസംഗവുമായിരുന്നു ഇവിടത്തെ മറ്റു മത്സരങ്ങൾ. ഉപകരണ സംഗീത മത്സരവും സംഗീത പ്രേമികൾക്ക് ആസ്വാദ്യകരമായി. സിതാറിലും ഗിത്താറിലും പ്രതിഭകളുടെ വിളയാട്ടം. വീണയും മൃദംഗവുമായിരുന്നു മറ്റു മത്സരങ്ങൾ. പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ, വാട്ടർ കളർ പെയിന്റിംഗ്, കളിമൺ ശില്പനിർമ്മാണം എന്നിവയും 2ാം ദിവസം പൂർത്തിയായി. സമാപന ദിവസമായ വെള്ളിയാഴ്ച 9 മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രധാന വേദിയിൽ മോണോ ആക്ട്, മിമിക്രി,
മൈം, മാപ്പിളപ്പാട്ട് എന്നിവയാണ് മത്സര ഇനങ്ങൾ. മൂന്നാം വേദിയിൽ കേരള നടനമുണ്ട്. മണിപ്പൂരി നൃത്തവും കഥക് നൃത്തവും ഒഡീസി നൃത്തവുമാണ് നാലാം വേദിയിലെ മത്സരങ്ങൾ. 6ാം നമ്പർ വേദിയിൽ ക്വിസ് മത്സരവും നടത്തും. GTV ന്യൂസ്, കോതമംഗലം. സംസ്ഥാന കേരളോത്സവത്തിൽ സ്പോർട്സ്, ഗെയിംസ് ഇനങ്ങളിൽ 2 മത്സരം ഒഴികെയുള്ളവ പൂർത്തിയായി. നീന്തലും കളരിപ്പയറ്റും വെള്ളിയാഴ്ചയാണ് നടത്തുന്നത്. സംസ്ഥാന കേരളോത്സവത്തിൽ അത്ലറ്റിക്സിലും ഗെയിംസിലുമായി 100ലേറെ മത്സരങ്ങളാണ് ഉള്ളത്. ഇതിൽ 2 ഒഴികെയുള്ളവ പൂർത്തിയായി. വ്യാഴാഴ്ച MA കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചെസ് മത്സരമാണ് നടന്നത്. ജില്ലകളിൽ നിന്നുള്ള താരങ്ങളെല്ലാം തന്നെ പങ്കെടുത്തു. ക്രിക്കറ്റ് മത്സരം സെന്റ് ജോർജ് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടന്നു. കളരിപ്പയറ്റ് മത്സരവും നീന്തൽ മത്സരവുമാണ് ഇനി അവശേഷിക്കുന്നത്. ഇവ രണ്ടും വെള്ളിയാഴ്ചയാണ്. കളരിപ്പയറ്റ് സെന്റ് തോമസ് ഹാളിലും നീന്തൽ MA ഇന്റർനാഷണൽ സ്കൂളിന്റെ സ്വിമ്മിംഗ് പൂളിലുമാണ് നടത്തുന്നത്. GTV ന്യൂസ്, കോതമംഗലം. സംസ്ഥാന കേരളോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് അവതരിപ്പിച്ച ടാബ്ലോ വിവാദമായി. ടാബ്ലോ ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്നതായിരുന്നുവെന്നാണ് ആക്ഷേപം. നടപടി ആവശ്യപ്പെട്ട് SDPI പോലീസിൽ പരാതി നൽകുകയും UDYF പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടാകാൻ കാരണമായതിൽ പ്രസിഡന്റ് PM മജീദ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരാതിയിൽ കേസെടുക്കുന്ന കാര്യം പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കോതമംഗലത്ത് സംസ്ഥാന കേരളോത്സവത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും വിവിധ ടാബ്ലോകൾ അണിനിരത്തിയിരുന്നു. നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെതായി 6 പ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊന്നാണ് വിവാദമായത്. ശൈശവ വിവാഹത്തിനെതിരെയുള്ള സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച ടാബ്ലോയാണ് വിവാദമായത്. ഇത് ഒരു സമുദായത്തെ അവഹേളിക്കുന്നതായി എന്നാണ് ആക്ഷേപം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് SDPI കോതമംഗലം പോലീസിൽ പരാതി നൽകി. UDYF പ്രവർത്തകർ യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷിന്റെ കോലം കത്തിച്ചു. ടാബ്ലോകൾ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിലാണെന്നും യുവജന ക്ഷേമ ബോർഡിന് പങ്കില്ലെന്നും വൈസ് ചെയർമാൻ S സതീഷ് വ്യക്തമാക്കി. ബോധവൽക്കരണം എന്ന ഉദ്ദേശത്തോടെയാണ് ടാബ്ലോ തയ്യാറാക്കിയതെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദിന്റെ വിശദീകരണം. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ കാരണമായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. SDPIയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ഇൻസ്പെക്ടർ PT ബിജോയ് പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം. പട്ടയം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കടവൂർ മാവുന്തൊട്ടി നിവാസികൾ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഈ മാസം 30-നകം പട്ടയം നൽകുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. സ്ത്രീകളും സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി.
കടവൂർ വില്ലേജ് പരിധിയിലുള്ള മാവിൻതൊട്ടി പ്രദേശത്തെ 60ഓളം കുടുംബാംഗങ്ങളുടെ പട്ടയ പ്രശ്നമാണ് സമരത്തിന് കാരണമായത്. വ്യാഴാഴ്ച രാവിലെ മുതൽ ഇവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. സമരസമിതി ചെയർമാൻ നിസാർ മുഹമ്മദ്, സെക്രട്ടറി PN ജയമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഇതേ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പോലീസ് എത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സമരക്കാർ പിന്മാറിയില്ല. ഓരോരുത്തരും 2500 വെച്ച് കൊടുത്ത് നമ്മൾ സ്കെച്ച് എടുത്ത് എല്ലാം താലൂക്കിൽ കൊടുത്ത് താലൂക്കിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് അവർക്ക് നമ്മൾ ചെലവിനുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ചെലവും നമ്മൾ നടത്തി കൊടുത്ത് ഇവിടുത്തെ ബിന്നി സാറിനെ പോലെയുള്ളവരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളിവിടെ പ്രവർത്തിച്ചതാണ്. നമുക്ക് അതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇതവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് തരാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് കോതമംഗലം തഹസിൽദാർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ഈ മാസം 30-നകം പട്ടയം നൽകാമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചത്. പട്ടയം നൽകുന്നതിനുള്ള നടപടികളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ പൂർത്തീകരിച്ചിട്ടുള്ളതായാണ് വിവരം. ചടങ്ങ് സംഘടിപ്പിക്കാൻ അനുയോജ്യമായ തീയതി കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രശ്നം. തഹസിൽദാർ നൽകിയ ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരം നടത്തുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. GTV ന്യൂസ്, കടവൂർ. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിംഗുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്റയർ നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ഭൂതത്താൻകെട്ടിൽ 10 മാസം മുമ്പ് നിർത്തിവെച്ച ടൂറിസ്റ്റ് ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. വ്യാഴാഴ്ചത്തെ സന്ദർശകർക്ക് ബോട്ട് സവാരിക്ക് അവസരം ലഭിച്ചു. 8 ബോട്ടുകളുടെ പെർമിറ്റ് താൽക്കാലികമായാണ് പുതുക്കി നൽകിയിട്ടുള്ളത്. ഭൂതത്താൻകെട്ടിൽ ഡാം റിസർവോയറിലും പെരിയാറിലും ബോട്ട് സവാരിയില്ലെന്ന നിരാശയ്ക്ക് താൽക്കാലികമായി അറുതിയായിരിക്കുകയാണ്. ഇനിയുള്ള 2 മാസം ഇവിടെ എത്തുന്നവർക്ക് ബോട്ട് സവാരിയും ആസ്വദിക്കാനാകും. 10 മാസമായി ബോട്ട് സവാരി നിലച്ചിരിക്കുകയായിരുന്നു. ബോട്ടുകൾക്ക് പെർമിറ്റ് പുതുക്കി ലഭിച്ചതോടെ വ്യാഴാഴ്ച മുതൽ സർവീസ് പുനരാരംഭിച്ചു. പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരി ഏറെ ആകർഷണീയമാണ്. വനത്തിനും മലനിരകൾക്കും അരികിലൂടെയുള്ള യാത്ര പ്രകൃതിയുടെ സൗന്ദര്യത്തെ അടുത്തറിയാൻ സഹായിക്കും. ചിലപ്പോഴൊക്കെ വന്യമൃഗങ്ങളെയും കാണാനാകും. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം മറ്റൊരു കാഴ്ചയാണ്. നേര്യമംഗലം ഭാഗത്തേക്കും കുട്ടമ്പുഴ ഭാഗത്തേക്കുമാണ് ബോട്ടുകൾ സർവീസ് നടത്തുന്നത്. വന്നപ്പോൾ വളരെ നിരാശയായിരുന്നു ബോട്ടിംഗ് ഇല്ലെന്ന് കണ്ടപ്പോൾ. ഇപ്പൊ സന്തോഷം. അത് വളരെ ഒരു പ്രചോദനമായി. മറ്റുള്ളവർക്കും അത് പ്രചോദനകരമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. വെരി നൈസ്. ഇത്രയും കാലം ബോട്ട് ഓടിക്കാൻ കഴിയാതിരുന്നത് മൂലം ഉടമകളും തൊഴിലാളികളും പ്രതിസന്ധിയിലായിരുന്നു. അടുത്ത 2 മാസം കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും സർവീസ് മെച്ചമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. കഴിഞ്ഞ 10 മാസമായിട്ട് ഭൂതത്താൻകെട്ട് ബോട്ട് സർവീസ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. മിനിയാന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഞങ്ങൾക്ക് പെരിയാർ വാലിയിൽ നിന്ന് പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബോട്ടിംഗ് എല്ലാം ക്ലീൻ ചെയ്തു. ഇന്ന് ഞങ്ങൾ സർവീസ് ആരംഭിക്കുകയാണ്. ഒരു 10 മാസക്കാലം ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് ഇല്ലാത്തതിൻ്റെ കുറവുകൾ ഒരുപാടുണ്ട്. എല്ലാ മേഖലകളും അത് ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സുകാരെയും കച്ചവടക്കാരെയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാഫുകൾ 10-30 സ്റ്റാഫുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവർ വേറെ ജീവിതമാർഗം നേറി വേറെ ജോലിക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാഫുകൾ ഒത്തിരി കുറവുണ്ടായി. എന്തായാലും ഞങ്ങൾക്ക് ഇനി 1.5 മാസക്കാലം ഞങ്ങൾക്ക് കിട്ടും. കാരണം ഈ മെയ് മാസം ഒരു 15-20 കൂടി നമുക്കിവിടെ പൂത്താണ്ട് ഞങ്ങൾക്ക് ജൂൺ മാസം ഏതാണ്ട് 10-ാം തീയതി വരെയാണ് ഇപ്പോൾ പെർമിഷൻ തന്നാലും അതിന് മുമ്പ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനാൽ ഏകദേശം മെയ് മാസം ഒരു 25 പൂത്താൻകെട്ടിൽ 1.5 മാസക്കാലം ഞങ്ങൾക്ക് ഇവിടെ ബോട്ടിങ്ങിന് പെർമിഷൻ കിട്ടും. GTV ന്യൂസ്, ഭൂതത്താൻകെട്ട്.
ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോതമംഗലത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ലഹരിക്കെതിരെ ജനകീയ കാവൽ എന്ന പേരിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഉപജില്ലാതല ഉദ്ഘാടനം കോതമംഗലത്ത് ആന്റണി ജോൺ MLA നിർവഹിച്ചു. രതീഷ് R. നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK രാജേഷ്, CK ഹരികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുകയും പ്രതിരോധ പ്രവർത്തനങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ സംഘടിപ്പിച്ചു വരുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ സംഘടനയും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലടക്കം വളരെ ഗൗരവത്തോടുകൂടി സഭ ഒന്നടങ്കം ഇന്ന് കേരളം നേരിടുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരായി വലിയ തോതിലുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഒരു നിലപാട് കേരള നിയമസഭ ഒന്നു ചേർന്നുകൊണ്ടെടുത്തിട്ടുള്ളത്. GTV ന്യൂസ് കോതമംഗലം. പല്ലാരിമംഗലത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ വിഷു വിപണനമേള ആരംഭിച്ചു. പല്ലാരിമംഗലത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കവലയിലാണ് വിഷു വിപണനമേള ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷെരീഫ റഷീദ് അധ്യക്ഷത വഹിച്ചു. EK കൃഷ്ണൻകുട്ടി, MM നസീമ, നജി ജബ്ബാർ, MM അസീന, ഷീബ നൌഷാദ്, ശ്രീജ അനിൽകുമാർ, സുഹറ ജബ്ബാർ, ഷാജിദ സാദിഖ്, ആതിക്ക ജലാം, ജിജി ബിനോയി, അൻസിയ അബിൻസ്, ഫൗസിയ നിസാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. GTV ന്യൂസ് പല്ലാരിമംഗലം. UAEയിലെ കോതമംഗലം മൂവാറ്റുപുഴ സ്വദേശികളുടെ കൂട്ടായ്മയായ ആശ്രയം നെല്ലിക്കുഴി പീസ് വാലിക്ക് ആംബുലൻസ് നൽകി. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ആന്റണി ജോൺ MLA നിർവഹിച്ചു. ആശ്രയ പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ, ട്വിങ്കിൾ വർഗീസ്, ഡോക്ടർ മുഹമ്മദ് കാസിം, PM അബൂബക്കർ, ഹുസൈൻ നൂറുദ്ദീൻ, അസീം ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെല്ലിക്കുഴി ഇളമ്പ്ര ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് വട്ടക്കുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സദർ ഷെരീഖ് ബാഖവി, NA ബഷീർ, അബ്ബാസ് സഖാഫി, അബ്ദുൽ ഖാദർ, കരീം, ബഷീർ, സനീബ്, ഷമീർ മേളയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭൂതത്താൻകെട്ട് ശ്രീ ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു. ഭൂതത്താൻകെട്ട് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ഘോഷയാത്രയോടെയാണ് പൊങ്കാല മഹോത്സവം സമാപിച്ചത്. ചെങ്കര മയിലാടുംകുന്നിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വാദ്യമേളങ്ങളും നൃത്തരൂപങ്ങളും താലപ്പൊലി ഘോഷയാത്രയിൽ അണിനിരന്നു. നിരവധി ഭക്തർ പങ്കുകൊണ്ടു. GTV ന്യൂസ് ഭൂതത്താൻകെട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന കേരളോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. അവശേഷിക്കുന്നത് ഏതാനും മത്സരങ്ങൾ മാത്രം. പോയിന്റ് നിലയിൽ തൃശൂർ ജില്ല മുന്നിൽ. സാംസ്കാരിക ഘോഷയാത്രയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് അവതരിപ്പിച്ച ടാബ്ലോയുടെ പേരിൽ വിവാദം. പട്ടയം ലഭിക്കാത്തതിൽ കടവൂർ മാവിൻതൊട്ടി നിവാസികൾക്ക് പ്രതിഷേധം. വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഈ മാസം 30-നകം പട്ടയം നൽകുമെന്ന് തഹസിൽദാരുടെ ഉറപ്പ്. ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരമെന്ന് സമരസമിതി. ഭൂതത്താൻകെട്ടിൽ ഇനി ബോട്ട് സവാരിയും ആസ്വദിക്കാം. 10 മാസത്തിനു ശേഷം ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. സന്ദർശകർ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഉടമകളും തൊഴിലാളികളും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.